സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ സഭ എല്ലാ നിയോഗങ്ങളും, എല്ലാ ജീവിത നിയോഗങ്ങളും അത്ഭുതകരമായിട്ട് ഇടപെടണമേ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, എളിയവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, അവന്റെ കണ്ണീർ തുറക്കുന്ന ദൈവമേ, മക്കളെ കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവളേ, കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവളേ. ശ്രുതികടെ ഹല്ലേലൂയ 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 ആരോഗ്യരോഗികളെ സമർപ്പിക്കുന്നു. സംസ്ഥാന വിധിയിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന പാടിക്കൊണ്ട് ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. കർത്താവേ, കൃപ ചൊരിയണമേ, അനുഗ്രഹം വർഷിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ആത്മാവിൽ നിറയ്ക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന കരങ്ങൾ വീശ ആരാധന യേശുവേ ആരാധന. ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ശുശ്രൂഷ ലൈവായി വീടുകളിലും ഓരോരോ നാടുകളിലും ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ആരാധന പങ്കെടുക്കുന്നവരെ സമർപ്പിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, വിവിധ ദേശങ്ങളിലെ ജില്ലകളിലെ നാടുകളിലെ വീടുകളിലെ എല്ലാം ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി പങ്കെടുക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ഇവിടെ അനുഭവിക്കുന്ന പോലെ തന്നെ അനുഭവിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുവാനും അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ ദേശങ്ങളിലുമുള്ള ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാനായിലെ കല്യാണ വീട് എപ്പോഴും പറയുന്നതാണ് ആരാധനയിൽ, അല്ലേ?
കൃപാസന അൾത്താര അങ്ങനെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ദിവ്യകൃപാനയുടെ സാന്നിധ്യം ആരുടെ സാന്നിധ്യമാണ്? ഈശോൻ്റെ തനി സാന്നിധ്യം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് നടുവിലാണ് ഉടമ്പടി നടക്കുന്നത്. അകാത്ത സമയത്തിനും നിവൃത്തിയാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. അതാണ് മരിയൻ ഉടമ്പടി ധ്യാനവും ആരാധനയും എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരിയൻ ഉടമ്പടി ആരാധനയാകുമ്പോൾ ക്വാളിറ്റേറ്റീവ്ലി നമ്മുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാതെ ഈ ആരാധനയുടെ ഫുള്ളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടത്തില്ല. എന്താണ് ക്വാളിറ്റേറ്റീവ്ലി ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസം ശക്തിപ്പെടണം, മരിയൻ വിശ്വാസം ഉണ്ടാകണം. അത് ഇവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിക്കണം. എന്താണ്? എനിക്ക് മരിയൻ വിശ്വാസം തരണമേ എന്ന്. വിശ്വാസത്തിനൊരു പേരാണത്. എന്താണ്? മരിയൻ വിശ്വാസം. മരിയൻ വിശ്വാസം ഇങ്ങനെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് പഴയ നിയമം തൊട്ടിങ്ങനെ ജനങ്ങൾ ആചരിച്ചു വരുന്നതാണ്. അമ്മയിലെത്തുമ്പോഴാണ് വിശ്വാസം പൂർണ്ണത എത്തണത്. എബ്രാഹത്തിൻ്റെ കാലം മുതൽ പഴയ നിയമ ജനത, ദൈവത്തിൻ്റെ സ്വന്തം ജനത ആചരിച്ചും അനുഷ്ഠിച്ചും അനുഭവിച്ചും വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ അവസാന ആളായ്മയായിട്ടാണ് അമ്മ വിശ്വാസം വരണത്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയിലുണ്ടായിരുന്ന അതേ വിശ്വാസത്താൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക, അവരുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുക. ദൈവമേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളുടെ മേലും തത്സമയ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നിയോഗം സമർപ്പിച്ചുകൊണ്ട് യേശുവേ വിളിച്ചപേക്ഷിക്കട്ടെ. കർത്താവിന്റെ ശക്തി പുറപ്പെടുന്ന സമയമാണ്, അനുഗ്രഹം തിരിയപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എന്താണ് മരിയൻ ഫെയ്ത്ത്? അമ്മ വിശ്വാസം എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ അതിന് ടൈമാണ്. എന്ത് സമയമെടുക്കുന്നുണ്ട് വിശ്വസിക്കാൻ? അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കാൻ, ദൈവവചനം വിശ്വസിക്കാൻ നീ എടുക്കുന്ന സമയമാണ്. മരിയൻ വിശ്വാസമാണോ നമുക്കുള്ളത്, അതോ മറ്റു വിശ്വാസമാണോ എന്ന് പറയണത്? സമയമാണ് അവിടുത്തെ കണ്ടൻറ്റ്. ഒരു കാര്യം കേട്ടാൽ വിശ്വസിക്കാൻ മറ്റുള്ളവരുടെ സഹായമില്ലാതെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേട്ടാൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ സമയമെടുക്കാതെ വിശ്വസിക്കണം. അതാണ് മരിയൻ ഫെയ്ത്ത്. അപ്പം നിങ്ങൾ ഓർക്കും മരിയൻ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേരാണെന്നല്ല. മരിയൻ ഫെയ്ത്തിൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. ഒരു കർത്താവിൻ്റെ വചനം കേട്ടാൽ
മറ്റുള്ളവരുടെ ഒരു സഹായമില്ലാതെ, സപ്പോർട്ടില്ലാതെ, സമയം എടുക്കാതെ വിശ്വസിക്കണം. കാര്യം സമയം, വിശ്വസിക്കാൻ എടുക്കുന്ന സമയം ആണ് വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു വചനം കേട്ടാൽ എന്ത് സമയമെടുക്കുന്നുണ്ട് അത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ. നീ ആധ്യാത്മികമായി വളർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് വർദ്ധിപ്പിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. 10 അതായത് 1/2 കിലോ വിശ്വാസം, 1 കിലോ വിശ്വാസം, 10 കിലോ വിശ്വാസം, അങ്ങനെയല്ല. വചനം കേൾക്കുമ്പോൾ എടുക്കണ സമയം, ഹൗ മച്ച് ടൈം യു ടേക്ക് ടു അബ്സോർബ് ഇറ്റ്, ബട്ട് അഡിഹർ ഇറ്റ്, അത് ഉൾക്കൊള്ളാൻ എന്ത് സമയം നീ എടുക്കുന്നുണ്ട്, അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥന സബ്ജക്റ്റ് ആക്കേണ്ടത്. എന്ത് സമയം എടുക്കുന്നുണ്ട്. ഇപ്പം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ അതിൻ്റെ റീസൺ ഉടനെ പറയും. എന്താ പറയണത്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും. ഉടനെ എക്സ്പ്ലനേഷൻ കൊടുക്കും. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത് എക്സ്പ്ലനേഷൻ ബൈബിളിൽ തന്നെ ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? എക്സ്പ്ലനേഷൻ ഓൾറെഡി ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ, വിശുദ്ധീകരണം കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ദാസി എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴത് പ്രായോഗികമായിട്ട് വചനത്തിൻ്റെ ദാസിയാണ്. ദാസി എന്ന് പറഞ്ഞാൽ ആരാണ്? ശുശ്രൂഷകൻ. അപ്പോൾ നമ്മൾക്കും കർത്താവിൻ്റെ ദാസിയാകാം. ഒരു വചനം നമ്മൾ നിവർത്തിച്ച് കഴിയുമ്പോൾ, ഒരു വചനം നിവർത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വചനത്തിൻ്റെ ദാസിയാണ്. അപ്പോഴും നമ്മൾ ഓർത്തേക്കണം, അത് കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അമ്മ അല്ല, അമ്മയാണെന്ന്, അമ്മ മാത്രമാണെന്ന് ധരിക്കരുത്. ഉടമ്പടി ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു വചനം നിവർത്തിച്ച് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ മിഷൻ ചെയ്യണം നമ്മൾ. അപ്പം നമ്മളൊരു വിശുദ്ധ വസ്തു കൈമാറുമ്പോഴേ അതാർക്ക് കൈമാറുന്നുവോ അവർ വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മളത് ചെയ്യണത്, ഇല്ലേ? അപ്പോൾ നമ്മളാരായി? വചനത്തിൻ്റെ ദാസിയായി, ശുശ്രൂഷകരായി. അതുപോലെ തന്നെ ഒരു വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പം ഞാൻ രോഗിയെ സന്ദർശിക്കുമ്പോഴേ ഞാൻ കർത്താവിൻ്റെ വചനം പാലിക്കുന്നു, കർത്താവിൻ്റെ വചനത്തിന് ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്തൂസിയാസ്റ്റിക്കായിട്ട് ചെയ്യണം. കാര്യം വിശ്വാസത്തിൻ്റെ സ്പീഡില്ലേ, ഈ വിശ്വാസത്തിൻ്റെ സ്പീഡ് അവലംബിച്ചിരിക്കുന്നത് വിശ്വാസത്തെ നീതീകരിക്കുന്നതിൻ്റെ സ്പീഡിലാണ്. വിശ്വാസം എന്തുകൊണ്ടാണ് നീതീകരിക്കുന്നത്? യാക്കോബ് 2:24 എന്തുകൊണ്ടാണ് നീതീകരിക്കണത്? പ്രവൃത്തി മൂലമാണ് വിശ്വാസം നീതീകരിക്കണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ സ്പീഡെന്ന് പറയണത് ആ വിശ്വാസം പ്രവൃത്തിയാക്കാനുള്ള സ്പീഡാണ്. അത് സ്പീഡെന്ന് പറയണത് എപ്പോഴും നമ്മൾക്കറിയാം, അതിനാണ് എന്തൂസിയാസം എന്ന് പറയണത്. എന്തൂസിയാസം എന്ന് വെച്ചാൽ ഉത്സാഹം. ഉത്സാഹം എന്ന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുന്നതിൻ്റെ ഇംഗ്ലീഷാണ് എന്തൂസിയാസം. എന്തൂസിയാസത്തിൻ്റെ റൂട്ട് എന്താ? ഗ്രീക്ക് വാക്കാണത്, ഇംഗ്ലീഷ് വാക്കല്ല. എൻതയോസ്. എൻ മീൻസ് പ്രിപ്പോസിഷനാണ്, ഇൻ. തയോസ് മീൻസ് ദൈവം. ദൈവം ഉള്ളിൽ വരുമ്പോഴാണ് ഉത്സാഹം ഉണ്ടാകുന്നത്. അതാണ് ബൈബിളിലെ എന്തൂസിയാസം എന്ന് പറയണത്. ഈ എന്തൂസിയാസമാണ് വിശ്വാസത്തെ നീതീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സ്പീഡുണ്ടാക്കുന്നത്. വിശ്വാസത്തെ നീതീകരിപ്പോൾ ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്.
ഇപ്പം എലിസബത്തിനെ കാണാൻ അമ്മ പോയത് എങ്ങനെ? തിടുക്കത്തിലാണ് പോയത് അല്ലേ? അതാണ് സംഭവം. അപ്പോൾ ലൂക്ക 1:29 വചനത്തിൽ മറിയം ചെല്ലട്ടെ എന്ന് പറഞ്ഞാണ് പോയത്. അല്ല, സ്പീഡാണ്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതാണ് മറിയം സ്പീഡിൽ ചെല്ലുമ്പോൾ തന്നെ, സ്പീഡാണ് പ്രശ്നം. സ്പീഡിൽ ചെല്ലുമ്പോൾ തന്നെ എലിസബത്ത് എന്താ പറയണത്? മേരി, ഇറ്റ് ഇസ് ഗ്രേറ്റ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അത് ഈ സ്പീഡ് എല്ലായിടത്തും കാണുന്നുണ്ട്. എൻതൂസിയാസം. ആട്ടടയന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു രക്ഷകൻ കർത്താവ് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞൊരു ശിശുവിനെ നിങ്ങൾ കാണും. ഉടനെ ആട്ടുടയന്മാർ സ്പീഡിൽ പോകുകയാണ്. അവിടെ സ്പീഡാണ് കിടക്കണത്. കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ സ്പീഡ് ഉണ്ടാകണം. അത് ഉടമ്പടിയിലെ ഒരു സംഭവം എന്താണ്? പ്രവർത്തനമാണ് അല്ലേ? ആ പ്രവർത്തനത്തിൻ്റെ സ്പീഡാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു രോഗിനെ കാണണം, എപ്പോഴും കണ്ടേക്കണം. ഇങ്ങനെ ഇരുന്നാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? എന്തൂസിയാസമില്ല, ദൈവത്തിനുള്ളിലില്ല. സ്പീഡാണ് ഇങ്ങനെ വരണത്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, വചനം നിറവേറ്റാനുള്ള അത്യുത്സാഹത്തിൻ്റെ ദൈവകൃപ, വേഗത ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അഗാധ സമയത്തെ ആക്കുന്ന പരിശുദ്ധമ്മയുടെ മാതൃശക്തി നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന് മുദ്രയായി പതിയപ്പെടുകയാണ്. ഈ ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടുള്ള സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വേഗത ഒരു വിഷയമാണ്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി ഇരിക്കുന്നത് എന്തുമാത്രം വേഗത്തിൽ വിശ്വാസം നീതീകരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എന്തുമാത്രം വേഗത്തിൽ. കാര്യം വിശ്വാസത്തെ നീതീകരിക്കുന്ന ആക്ടിവേറ്റ് ചെയ്യുകയാണ്. തിയറട്ടിക്കലായിട്ട് ഡോർമെൻ്റായിട്ട് ഐഡിയോളജിക്കായിട്ടിരിക്കുന്ന ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്, പ്രാക്ടിക്കലാക്കുമ്പോഴാണ് അത് ആക്ടിവേഷൻ നടക്കുന്നത്. അതെങ്ങനെയാണ്? അത് യാക്കോബ് 2:24 വിശ്വാസം പ്രവൃത്തികളാൽ കൂടി നീതീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ലൂക്ക 1:39 നമ്മൾ വായിക്കുന്നത്. എന്താണ്? മറിയം വചനം കേട്ട മാത്രയിൽ മറിയം, ലൂക്ക 1:39 മറിയം വേഗത്തിൽ തിടുക്കത്തിൽ പോയി എലിസബത്തിനെ കണ്ടു. ആ തിടുക്കം കണ്ടപ്പോഴാണ്, അതിൻ്റെ വെലോസിറ്റിയിലാണ് എലിസബത്ത് പറയണത്. ലൂക്ക 1:45 എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഈ തിടുക്കം വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീഡാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ആട്ടിടയന്മാർക്ക് സംഭവിച്ചതാണ്. ആദ്യം ഈ രക്ഷകനെ കാണുന്നത് ആരാണ്? അമ്മ കഴിഞ്ഞാൽ ആട്ടിടയനാണ് കാണുന്നത്. അവരും ഈ തിടുക്കമാണ് കാണിക്കുക. അവിടെ അത് വേഗമെന്ന് ഉപയോഗിക്കേണ്ട വാക്കില്ല, ആവശ്യമില്ല. അവർ പോയി കണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സുവിശേഷം വേഗമെന്ന് ഉപയോഗിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ലൂക്ക 2:16 ആ വചനമുള്ളത്. ആട്ടിടയന്മാർ വേഗത്തിൽ പോയി തങ്ങളോട് പറയപ്പെട്ടത് കണ്ടു. ആരെ കണ്ടു? ഈശോനെ അമ്മയോടുകൂടിയും ഔഷപിതാവിൻ്റെ കൂടെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ ഈ വേഗം എല്ലാ മേഖലകളിലും വചനം, കേട്ട വചനങ്ങൾ നിവൃത്തിയാക്കുന്നതിന് നമുക്കെന്നാ വേണ്ടത്? വേഗമാണ്, വേഗതയാണ് വേണ്ടത്. കേട്ട വചനങ്ങൾ നിവൃത്തിയാക്കുന്നതിന് നമുക്കെന്നാ വേണ്ടത്? വേഗത. അപ്പം നിൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവെന്ന് പറയണത് എന്താണ്?
ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള വർധനവല്ല ഉള്ളത്. ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ നീ എന്തുമാത്രം സമയമെടുക്കുന്നു എന്നാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത്. വിശ്വാസം നടപ്പിൽ വരുത്താൻ എന്ത് സമയമെടുക്കുന്നു? സമയം കൂടുതലെടുക്കും തോറും ഡൈല്യൂട്ടഡ് ഫെയ്ത്താണ്. വലിയ വിശ്വാസം ചെറിയ വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറയും. വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം നടപ്പിൽ വരുത്താൻ എടുക്കുന്ന സമയം. ഈ പത്രോസിൻ്റെയൊക്കെ വിശ്വാസം വലുതാകണത് അങ്ങനെയാണ്. ഇടയ്ക്ക് സഞ്ചരിപ്പുണ്ടാവും. കർത്താവേ, അങ്ങ് ആണെങ്കിൽ കടലിൻ്റെ മീതെ അങ്ങയുടെ പക്കലേക്ക് വരുവാൻ എന്നെ അനുവദിക്കണമേ. വരൂ എന്ന് ഈശോ ക്ഷണിക്കുമ്പോൾ ചാടി അവൻ കടലിൽ വീഴുകയാണ്. കടലാണെന്നറിയാൻ പാടില്ല, ചാടി വീഴുകയാണ്. ഈ എന്തൂസിയാസം ഭയങ്കരമാണ് പത്രോസിൻ്റെ. പത്രോസിനെ ഈ ശെമയോനെ കേപ്പയായി മാറാനുള്ളതും പിന്നീട് അവൻ സഭയുടെ തലവനാകാൻ കാരണം ഈ എന്തൂസിയാസമാണ്. പത്രോസ് അത് വളരെ സുന്ദരമായി 2 പത്രോസ് 1:10 പറയുന്നുണ്ട്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ എന്തൂസിയാസം കാണിക്കണം, നിങ്ങൾ ഉത്സുകരായിരിക്കണം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുസ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, തിടുക്കത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉടമ്പടി വലിയ അഭിഷേകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച കാര്യങ്ങൾ ഇത്രയും വേഗം പൂർത്തീകരിക്കപ്പെടാൻ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ പത്രോസിനെ എടുത്ത് ചടക്കാരെന്ന് വിളിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പിശാചിൻ്റെ പ്രബോധനമാണ്. അയാൾ എടുത്ത് ചാട്ടക്കാരനല്ലേ, അയാളെ എന്തൂസിയാസം നമ്മൾ തെറ്റിദ്ധരിച്ചതാ. അങ്ങയുടെ എന്തൂസിയാസം നമ്മൾ തെറ്റിദ്ധരിച്ചതാ. കർത്താവ് അങ്ങനെ എടുത്ത് ചാട്ടക്കാരൊന്നും വിളിക്കത്തില്ല. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവസ്നേഹമുണ്ട്. അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും പത്രോസിന് സ്പീഡാണ്, എല്ലാ വിഷയവും. ഈ സ്പീഡെന്ന് പറയണത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുടെ ഭാഗമായിട്ട് വരുന്നതാണിത്. അതുകൊണ്ടാണ് വിളി ഉറപ്പിക്കണം, പിന്നെന്താണ്, തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. അതിനെന്ത് വേണം? ഉത്സാഹം വേണം എന്ന് പറയണത്. ഇപ്പോൾ 1 പത്രോസിൻ്റെ എല്ലാ വാക്കുകളിലെയും ഉത്സാഹമുണ്ടേ. പത്രോസിൻ്റെ ജീവിത പ്രയോഗങ്ങളിലെല്ലാം ഈ ഉത്സാഹം ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 1 പത്രോസിൻ്റെ നമ്മൾ 5, 7 വായിക്കുമ്പോൾ എന്താ പറയണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ
ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സ്നേഹം കൊണ്ടും, സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ ഉത്സാഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. കൈയിടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്ത ഓരോ മക്കളുടെ നിയോഗങ്ങള്, വ്യത്യസ്തമായ നിയോഗങ്ങള്, തീരാരോഗങ്ങള് കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, എല്ലാവരും കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഉയർത്തിയടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വിശ്വാസം പ്രയോഗത്തിൽ വരുത്താനും നീതീകരിക്കാനുള്ള പ്രവർത്തനങ്ങളെ ഉത്സാഹം എന്നാണ് പത്രോസ് വിളിക്കുന്നത്. വിശ്വാസം ഒരു തിയറട്ടിക്കൽ ഐഡിയോളജിക്കൽ ഫെയ്ത്തായിട്ട് ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് ഇരിക്കുകയല്ല. അത് നടപ്പിൽ വരുത്തി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിന് നിങ്ങൾ ഉത്സാഹിക്കുവിൻ. 2 പത്രോസ് 1:10. അത് തന്നെയാണ് 1 പത്രോസിൻ്റെ 5:7 പറയണത്. നിങ്ങൾ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും അവസാനം ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ ഉത്സാഹിക്കുവിൻ. ഈ ഉത്സാഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത്. അത് കർത്താവാണെന്ന് പറഞ്ഞാൽ, കർത്താവാണെന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാൻ അവിടെ തന്നെ ഇരിക്കും. 21:6 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവ് ഉയർത്തതിന് ശേഷം തിബേരിയസിന് കടത്തീരത്ത് വരുമ്പോൾ അത് കർത്താവാണെന്ന് ഇരുട്ടത്ത് കണ്ടുപിടിക്കണത് ആരാണ്? യോഹന്നാൻ. പക്ഷേ കണ്ടു കഴിഞ്ഞ ഉടനെ എടുത്ത് ചാടണത് ആരാണ്? തുണിയില്ലാണ്ട് ചാടണത് ആരാണ്? ഉത്സാഹം. അത് ഉത്സാഹമാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾ ആരാണ്ട് പൊട്ടന്മാർ അത് എടുത്തു ചാട്ടക്കാരനാണെന്ന് പറഞ്ഞത്. ആ എടുത്തു ചാട്ടം കാരണം ഈ പത്രോസിനെ കരുതിച്ചത് കാരണം എന്തുമാത്രം ആത്മാക്കൾ വെള്ളത്തിലായെന്നറിയാവോ? പിശാചിങ്ങനെ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. അതായത് സുവിശേഷത്തിൻ്റെ ഏറ്റവും മർമ്മ കഥാപാത്രങ്ങളെയൊക്കെ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞിട്ട് അവരെ നമ്മളിങ്ങനെ കരുതിച്ച് കളയും. സെൻറ്റ് തോമസിനെ അതുപോലെ കരുതിച്ച അപ്പോസ്തലനാണ്. ഇതെല്ലാം കഴുകി കളയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെയൊക്കെ ഈശോ വിളിച്ചതിൻ്റെ പിന്നിൽ വലിയ ആത്മരക്ഷയുടെ സംവിധാനമുണ്ട്. മനുഷ്യൻ്റെ ആത്മരക്ഷ സാധിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ സമ്പൂർണ്ണമാകാൻ വേണ്ടി സ്പീഡ് വേണമെന്ന് പറയുന്നത് ആരാണ്? പത്രോസാ പറയണത്. ഉത്സാഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ ലോകത്തിന് കൊടുക്കാൻ പരിശുദ്ധ അമ്മയെ പോലെ തിടുക്കവും ധൃതിയും കാണിക്കാൻ എന്നിൽ ദൈവജ്വാല, ഉത്സാഹത്തിന്റെ ദൈവജ്വാലയാൽ എന്നെ വേഗതപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ പകർന്നു കൊടുക്കാൻ എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേ പകർന്നു നൽകി സുവിശേഷ സാക്ഷിയാകാൻ, അങ്ങയുടെ മിഷണറിയാകാൻ, ഉടമ്പടി നിബന്ധന പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പിന്മഴ പെയ്യണം, നാളിൽ നീ പറയണം, ഇഞ്ചനമുടർന്നു വേല ചെയ്യുക. പിന്മഴ പെയ്യണം, നാളിൽ നീ പറയണം, ഇഞ്ചനമുടർന്നു വേല ചെയ്തിടാം. കുഷ്ഠനാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ എന്റെ കുഷ്ഠനാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഞാൻ പറയുന്നതിനേക്കാൾ വിഷയം സീരിയസാണ്. നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഈ വിശ്വാസം നടപ്പിൽ വരുത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിന് ആനുപാതികമായിരിക്കും. അനുഭവങ്ങളില്ല, ദൈവാനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് അനുഭവങ്ങൾ വൈകുന്നത്? കർത്താവിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ശുശ്രൂഷ വൈകുന്നത് കൊണ്ടാണ്. നമ്മളാണ് വൈകിക്കുന്നത്, ദൈവമല്ല വൈകിക്കുന്നത്. ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞു. പക്ഷേ സമയം ആരാണ് ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണത്? വി ആർ ഡൂയിങ് ഇറ്റ്. സമയം ചുരുക്കാൻ നമുക്കുള്ള സ്വാധീനങ്ങളെ പോസിറ്റീവായി രചനാത്മകമായി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സ്പീഡായ ഓട്ടോമാറ്റിക്കായിട്ട് സമയം ചുരുങ്ങും. നമ്മുടെ ദൈവാനുഭവങ്ങളെ ഈ വചനം വിശ്വസിച്ച് നടപ്പിൽ വരുത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിന് ആനുപാതികമായിരിക്കും നമുക്കൊരു അനുഭവം ഉണ്ടാകാനുള്ള സമയം. ഒരു ഉദാഹരണം പറയട്ടെ. ഈ പഴയ നിയമത്തിലെ സാമുവലിൻ്റെ അമ്മയുടെ പേരെന്നാ? ഹന്ന അല്ലേ? അവരുടെ ഭർത്താവിൻ്റെ പേരെന്നാ? ഹെൽക്കാന. ഇവരുടെ പ്രത്യേകത എന്താ? അവർക്ക് മക്കളില്ല. നമ്മളെപ്പോലെ കുറേ ഇല്ലായ്മയായിട്ടുള്ള വന്നിരിക്കണത് അവർക്ക് മക്കളില്ല. മക്കളില്ലാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് അവിടെ കുടുംബത്തിലുണ്ടായത്. വേറെ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചയാൾ ഹെൽക്കാന, മക്കൾ ജനിക്കാൻ വേണ്ടി. അന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുമായിരുന്നു. ഹെൽക്കാന രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയാണ് പെരിന്ന അല്ലേ? പക്ഷേ അവർക്ക് മക്കളുണ്ടായതിൻ്റെ കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷെ അതല്ല, അവരതോടുകൂടി ഹന്നയെ ചവിട്ടിക്കൂടാൻ തുടങ്ങി. അപ്പം നമുക്ക് മാത്രമല്ല കുടുംബത്തിൽ ചവിട്ടിക്കൂട്ടൊക്കെ ഉള്ളത്, പണ്ടേ ഉള്ള പരിപാടിയാണ് ഇതൊക്കെ. അവർ എപ്പോഴും ഭക്ഷണം കഴിക്കത്തില്ല, എപ്പോഴും സങ്കടവും കണ്ണീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടിയാണ്. അപ്പോൾ സാമുവൽ എന്നാ പറഞ്ഞ്, ഹെൽക്കാൻ എന്നാ പറഞ്ഞ്, ഇവിടെ ഇരുന്നിങ്ങനെ മൂങ്ങണ്ട, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ്. എന്താ, നമുക്ക് തീർത്ഥയാത്രയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അല്ലേ? ആ കഥ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. പക്ഷെ അതല്ല, അതിൻ്റെ അകത്ത് സമയത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരും കൂടി ഷീലോയിൽ ദേവാലയത്തിൽ തീർത്ഥയാത്രയ്ക്ക് പോകും. രാവിലെ അവിടെ ഇവിടെ കൂടാരം കൊട്ടിയ ലോഡ്ജിലൊക്കെ സത്രത്തിൽ താമസിക്കുകയാണ്. ആരും? ഈ ഹസ്ബൻഡും വൈഫും കൂടി. ആരൊക്കെയാണ്? ഹെൽക്കാനായും ഹന്നയും കൂടി. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ന്യൂട്രായിട്ട് ഒറ്റയ്ക്ക് വന്ന് വാഗ്ദാന പേടകത്തിൻ്റെ അരികിലിരുന്ന്. അന്ന് വാഗ്ദാന പേടകമാണ് ഉള്ളത്. ഇന്നും ഉള്ളത് വാഗ്ദാന പേടകം തന്നെയാണ്, ദൈവം ഒന്നും മാറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ 2 വാഗ്ദാന പേടകം ഉണ്ടെന്നേ ഉള്ളൂ. അന്ന് ഒറ്റ വാഗ്ദാന പേടകം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 വാഗ്ദാന പേടകമുണ്ട്. എന്താണ്? ദിവ്യകുർബാനയിൽ ഇരിക്കുന്ന ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയും 2 വാഗ്ദാന പേടകമാണ്. അപ്പോൾ അവരുടെ ഡബിൾ ഫെയ്ത്ത് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ അവിടെ പകുതി വിശ്വാസം നമുക്കുണ്ട്. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഹെൽക്കാന ഇരുന്ന് അവിടെ ഇരുന്ന്, ഹെൽക്കാന ഇല്ലാത്ത സമയത്ത് ഹന്ന ഇരുന്നുകൊണ്ട് ഈ വാഗ്ദാന പേടകത്ത് മുമ്പേ കർത്താവിന് വരുന്നുണ്ട്. ഏങ്ങലടിച്ച് കരയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങി. ഏങ്ങലടിച്ച് കരയാനും സങ്കടപ്പെടാനും ഒക്കെ സഹിക്കാൻ പറ്റണില്ല. അവളുടെ ഉള്ളിലുള്ള ഉൾത്തള്ളലും സങ്കടമൊക്കെ പുറത്ത് ഭാഷയായിട്ട് വരണില്ല. അത് തൊണ്ടേ കുരുങ്ങിയിട്ട് മുഖമൊക്കെ വക്രിച്ച് കാണിക്കണം. കണ്ടപ്പോൾ അപ്പുറത്തൊരുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആരാണ്? ഹേലി വന്ന് ഇവരോട് ചോദിച്ചു, രാവിലെ വരച്ച് കയറ്റിയിട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചു. വീശിയാന്ന് ചോദിച്ചു, വെള്ളം അടിച്ചാന്ന് ചോദിച്ചത് അല്ലേ? അപ്പോൾ പറഞ്ഞ്, പ്രഭു ഞാൻ അത്രയും അധപ്പതിച്ച സ്ത്രീയല്ല. ആ വാക്കൊക്കെ ഭയങ്കര രസമാണ്. പ്രഭു. അപ്പം അദ്ദേഹം ഇങ്ങനെ മിഷിനി സംസാരിച്ചെങ്കിലും
ഹന്ന ആ ചൈതന്യം സൂക്ഷിച്ചിട്ടുണ്ട്. പ്രഭു, ഞാൻ അത്രയ്ക്കും അധപ്പതിച്ച സ്ത്രീയല്ല, എനിക്ക് സഹിക്കാണ്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടാൻ. കാര്യം അവളുടെ കണ്ണീരിനെ ഹെൽക്കാന ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയായിരുന്നേ. അവളുടെ കണ്ണുനീര് അതൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹെൽക്കാന നോക്കിയായിരുന്നു. പക്ഷേ അയാളുടെ ആശ്വാസം കൊണ്ടൊന്നും അവളെ ആശ്വസിപ്പിക്കപ്പെട്ടില്ല. ഹെൽക്കാന എന്താ പറഞ്ഞത്? നീ എന്തിനാ ഇങ്ങനെ കരയണത്? നിനക്ക് ഞാൻ 10 മക്കൾക്ക് തുല്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും സ്നേഹം ഞാൻ നിനക്ക് തരണില്ലേ? അത്രയും സംരക്ഷണം തരുന്നില്ലേ? അല്ലേ? വൈഫിനെ ഹസ്ബൻഡ് എത്ര സ്നേഹിച്ചാലും, തിരിച്ച് വൈഫ് ഹസ്ബൻഡ് എത്ര സ്നേഹിച്ചാലും പിന്നെയും ആശ്വസിപ്പിക്കാത്ത ഏതോ മേഖലയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവിതം നുറുങ്ങി കർത്താവ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും പ്രാർത്ഥനകളുമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച ദൈവമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? സന്തോഷത്തോടെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ള. ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? സ്വരത്തിലെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അന്ത്യത്തോളം ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ള. ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇങ്ങനെ ജനം ചങ്ക് പൊട്ടുമ്പോഴേ അവരെ ആശ്വസിപ്പിച്ച് വിടണമെന്ന് ആരുടെ ആഗ്രഹമാണ്? ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എൻ്റെ മക്കളത് ഓർക്കണം. നമ്മൾ ചങ്ക് പൊട്ടി വരുമെന്നും തൻ്റെ തിരുസന്നിധിയിലെ താങ്ങാനാവാത്ത ദുഃഖഭാരത്തോടുകൂടി നെടുവീർപ്പിടുമെന്നും ഓരോ മക്കളെക്കുറിച്ചും ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അഡ്വാൻസായിട്ട് മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾ ചങ്ക് പൊട്ടി നിൻ്റെ മുമ്പിൽ വരുമ്പോഴേ, എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ പറഞ്ഞതുപോലെ
നീ അവരോട് പറയണം, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാഡ്. എൻ്റെ മക്കൾ ചങ്ക് പൊട്ടി എൻ്റെ ആലയത്തിൽ വരുമ്പോൾ അവരുടെ ആശ്വാസ വചനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നീ പറയണം. എന്താണ് മോസസിനോട് പറഞ്ഞത്? മോസസിനോട് മാത്രമല്ല പറഞ്ഞത്, നീ അഹറോനോടും അവൻ്റെ സന്തതികളോടും പറയണം. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുസ്തോത്രം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സന്തോഷത്തോടെ മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധിക്കുമ്പോൾ നെഞ്ചുപൊത്തി ഹൃദയത്തിൽ ദൈവസ്നേഹം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നെഞ്ചുപൊത്തി പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ നാമം കേൾക്കുമ്പോൾ, നിന്റെ വചനം അറിയുമ്പോൾ, ആ വചനം വിശ്വസിക്കാൻ അമ്മയെപ്പോലെ വേഗത്തിൽ വിശ്വസിക്കുവാൻ ഹൃദയത്തിന് പ്രത്യേക അഭിഷേകം നൽകണമേ, പ്രത്യേക അഭിഷേകം നൽകണമേ കർത്താവേ. ഇപ്പോഴെനിക്ക് അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവേ വലിയ അഭിഷേകം നൽകണമേ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും സന്തോഷത്തോടെ ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഉയർത്തിയടിച്ചുകൊണ്ട് സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിക്കായി ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ അഭിഷേകം നൽകണമേ കർത്താവേ, അഭിഷേകം നൽകണമേ കർത്താവേ, അഭിഷേകം നൽകണമേ കർത്താവേ, അഭിഷേകം നൽകണമേ കർത്താവേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ,
മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ നിങ്ങളെ എന്തിനാ സ്തുതിപ്പിക്കണമെന്നറിയാവോ? നിങ്ങൾക്ക് ഇൻറ്റിമസി ഉണ്ടാകണം. ഇൻറ്റിമസി വേറൊരു ഫീലിംഗാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ പഴയ നിയമ ജനങ്ങൾക്കുണ്ടായിരുന്ന ഇൻറ്റിമസിയാണ്. ഇപ്പം ഒരു കാര്യം, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താ? ദൈവം മോസസിനോട് എന്താ പറഞ്ഞത്? എൻ്റെ ജനം ചങ്ക് തകർന്ന് എന്നെ തേടി അവൻ്റെ ജീവിതഭാരവുമായി എൻ്റെ ആലയത്തിൽ വരുമ്പോഴേ എൻ്റെ ആശ്വാസം അവർക്ക് നീ കൊടുക്കണം. അത് നീ മാത്രം കൊടുത്താൽ പോരാ, അഹ്റോനും അവൻ്റെ സന്തതികളും എക്കാലവും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഈ അപ്പൻ്റെ മനസ്സാണ്. കൈയടിച്ച് കർത്താവ് പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമി. സന്തോഷത്തോടെ പാടുക, സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നിട്ട് എന്ത് പറഞ്ഞ് മോസസിൻ്റെ കാലം കഴിയുമ്പോൾ അഹ്റോൻ്റെ കാലം കഴിയുമ്പോൾ പുരോഹിത പരമ്പര ദേവാലയത്തിൽ തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എന്ത് പറഞ്ഞ് ആശീർവദിക്കണമെന്ന് മോസസിനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജനം ചങ്ക് തകർന്ന് എൻ്റെ ആലയത്തിൽ വന്ന് കണ്ണീരിടുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞ് ആശീർവദിക്കണം. സംഖ്യ 6:22, സംഖ്യ 6:22. ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ, നീ സമാധാനത്തിൽ പോവുക. ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ സംക്ഷിപ്തമാക്കി പറഞ്ഞതേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട്, നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ ദൈവം, നിൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. നമുക്ക് എന്താ വേണ്ടത്? കരുണയല്ലേ വേണ്ടത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയിൽ ഇതിൻ്റെ ഇപ്പം നീ 1 കോടി കടമുണ്ട്, നിനക്കറിയാം, വീട് വിറ്റാലും 45 ലക്ഷമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി നമ്മൾ എവിടെ പോവും? ബാക്കി നമ്മൾ പോണത് എവിടെയാണ്? കർത്താവിൻ്റെ കരുണയിൽ. നമ്മൾ അഭയം പ്രാപിക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ കരുണയിൽ. അത് നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. കൈയടിച്ച് കർത്താവിനെ കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ എപ്പോഴായാലും നമുക്ക് കർത്താവിൻ്റെ കരുണ വേണ്ടി വരും. അത് കർത്താവിനെ അറിയാം. ഇപ്പം 5 പ്രാവശ്യമൊക്കെ IITS തോറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ഇനി നമ്മുടെ കഴിവിൽ നടക്കത്തില്ല അവർക്ക്. കർത്താവിൻ്റെ കരുണയിൽ നമ്മുടെ കഴിവിലൊരു കാര്യം നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. എന്താ കാര്യം? കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കാൻ സമയമായെന്നാണ്. ഇപ്പോൾ ഹന്നയുടെ പ്രശ്നം എന്താ? ഹന്ന മക്കളില്ല, അതാണ് പ്രശ്നം. അവളുടെ ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല, അവൾക്കാണ് പ്രശ്നം. കാര്യം ഹെൽക്കാനെ കല്യാണം കഴിച്ച പെരിന്നായിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ആളുടെ പ്രശ്നമാണത്, അവളുടെ പ്രശ്നമാണത്. അതുകൊണ്ടാണ് അവളുടെ സങ്കടം ഇരട്ടിപ്പിക്കണത്. പെരിന്നായിക്ക് മക്കൾ ജനിച്ചപ്പോഴും നാട്ടുകാർ പറഞ്ഞു, ആഹാ ഇതെന്താ പ്രശ്നം,
അപ്പോൾ ഹെൽക്കാനൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, നീയാണ് മച്ചി, നീയാണ് വന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി ആൾക്കാർ, നാട്ടുകാരെല്ലാം അപമാനിക്കാൻ തുടങ്ങി. അതാണ് അവൾക്ക് ഭ്രാന്ത് പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വിഷമം വരുമ്പോൾ ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം, കർത്താവിന് മാത്രം. അപ്പം കർത്താവിൻ്റെ അടുത്ത് ഹന്ന കണ്ണീടുമ്പോൾ കാര്യങ്ങൾ അവൾ വെള്ളമടിച്ചതല്ല, അവളുടെ സങ്കടം താങ്ങാത്ത വിധത്തിൽ അവൾ വിഷമിക്കണമെന്ന് കണ്ടപ്പോൾ ഹേലി ഈ വർത്തമാനോട് പറയണത് എന്താണ്? മോസസിനോട് പറഞ്ഞത്, നീ അഹരോനും നിൻ്റെ സന്തതി പരമ്പരകളോടും എൻ്റെ ജനത കണ്ണീരിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയണം, സമാധാനത്തിൽ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അതാണ് പറഞ്ഞത് ഹേലി പറഞ്ഞത്. മകളെ ഹന്ന, നീ സമാധാനത്തിൽ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. നിങ്ങൾക്കറിയാവോ, ആ വാക്ക് ഹന്ന വിശ്വസിക്കാനെടുത്ത സമയം വളരെ ചുരുക്കമാണ്. അവിടെയാണ് പ്രശ്നം. ആ വാക്ക് ഹന്ന വിശ്വസിക്കാനെടുത്തത് 24 hours. വീട്ടിലെത്തുകയും കർത്താവിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട് അവർ സ്നേഹിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഹന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മാറുകയാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തുതി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സമയമാണ് നമ്മുടെ വിഷയം അല്ലേ? ഈ ഹന്ന എന്താ ചെയ്തിരിക്കുന്നത്? ഹേലി പറഞ്ഞ വാക്ക് ആരുടെ വാക്കായിട്ട് എടുത്ത്? കർത്താവിൻ്റെ വാക്കായിട്ടെടുത്ത്. കർത്താവ് വന്ന് എപ്പോഴും ഇങ്ങനെ ഓരോ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഞങ്ങളെപ്പോലെ അഭിഷേകത്തിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളും എന്ത് നീറി വരുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങളോട് പറയാനാണ്. അപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് എടുക്കണ, അത് വിശ്വസിക്കാൻ എടുക്കുന്ന സമയമാണ് വിഷയം. ഹന്ന കർത്താവാണ് പറഞ്ഞത് ഹേലി പുരോഹിതനിലൂടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഹന്ന അത് വിശ്വസിച്ചു. മറിയം അതിനേക്കാൾ നേരത്തെ വിശ്വസിച്ചു. കാര്യം മറിയത്തോട് പറഞ്ഞ വാക്കിൻ്റെ സമയത്ത് തന്നെ അവൾ പ്രഗ്നൻ്റായി. അതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത്, മേരി, കർത്താവ് നിങ്ങളുടെ അറിഞ്ഞെടുത്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു, നീ ഭാഗ്യവതിയാണ്. നീ ആരാണ്? കർത്താവിൻ്റെ അമ്മയാണ്. കർത്താവിൻ്റെ അമ്മയാണെന്നും മേരി പ്രഗ്നൻ്റ് ആണെന്നും എലിസബത്ത് പറയുമ്പോഴാണ് അമ്മ അറിയണത്. അത്രയും ലൈറ്റ്നിങ് ആയിട്ടാണ് അമ്മ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചത്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഡമ്പടി ചെയ്യുമ്പോഴേ അമ്മയെപ്പോലെ വിതിൻ നോ ടൈം, സമയമെടുക്കാതെ കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാനുള്ള വിശ്വാസ വേഗത ഇതിൻ്റെ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പ്രൈസ് ദി ലോർഡ്. ഹന്ന എങ്ങനെ വിശ്വസിച്ചെന്നറിയാവോ? ആ 2 കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഹന്ന എങ്ങനെ വിശ്വസിച്ചത്? ഇപ്പോൾ 1 സാമുവേൽ 1:17 ഈ വചനമുള്ളത്. അപ്പം 1 സാമുവേൽ 1:18 എന്താ പറയണത്? ഹന്ന ഹേലിയുടെ അഭിവാദനങ്ങൾ, മകളെ, ഇസ്രായേലിൻ്റെ ദൈവം
നിന്നോട് കരുണയായിരിക്കട്ടെ, നീ സമാധാനത്തിൽ പോകാൻ പറഞ്ഞില്ലേ, അതപ്പടി അതേപോലെ തന്നെ അന്ന വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു നമുക്ക് മനസ്സിലായി? 1 സാമുവേൽ 1:18 വായിക്കുമ്പോൾ മനസ്സിലാകും. എന്താണ് ഹന്നയെക്കുറിച്ച് പറയുന്നത്? ഹന്ന പിന്നീട് കരഞ്ഞിട്ടില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, 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 സ്തുതിയുടെ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളുടെ മേല് അങ്ങേക്കൊടുത്ത അതേ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹന്ന പിന്നെ കരഞ്ഞിട്ടില്ല എന്നുള്ളത് വെരി വെരി സീരിയസ് വേഡ്. നിങ്ങൾ ഇവിടുന്ന് പോയതിനു പിന്നെയും വണ്ടിയിലിരുന്ന് അയ്യോ കടക്കാരൻ നാളെ വരുമല്ല എന്നോർത്താൽ തീർന്ന പരിപാടി നിങ്ങളുടെ. എന്തൊക്കെ തീർന്ന്? ഇന്നത്തെ ദിവസവും പോയി, കാശും പോയി, ഉപവാസവും പോയി. ഉപവാസം നിങ്ങൾ എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് സംശയമാണ്? എടുക്കണ്ട? ഓക്കെ. പക്ഷേ ഇതാ പ്രശ്നം. ഉപവാസം പോലെ തന്നെ പ്രശ്നമാണ്. അന്ന പിന്നീട് കരഞ്ഞിട്ടില്ല. 1 സാമുവേൽ 1:18. പിന്നീട് കടത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ നമ്മൾ ഉത്കണ്ഠ ചെയ്യപ്പെടാത്ത രീതിയിലുള്ള അഭിഷേകം നമുക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്. അതിപ്പോൾ കിട്ടുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ടാൽ അന്നെ പോലെ പിന്നീട് കരയാത്ത, പിന്നീട് ഉത്കണ്ഠപ്പെടാത്ത, പിന്നീട് വ്യഗ്രതപ്പെടാത്ത അഭിഷേക വിശ്വാസത്താൽ എന്നെ നിറക്കണമേ. പിന്നീട് കരഞ്ഞിട്ടില്ല. ഈ അവസരത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ ദുരിതങ്ങള്, ഞങ്ങളുടെ പരാതികള്, പരിഭവങ്ങള്,